സർവ്വദേവതാ സ്വരൂപിണിയാണ് വെറ്റില. ഉം. ചോദിക്കാൻ വരുന്ന ആള് ഉം. തരുന്ന വെറ്റില കൊണ്ട് തന്നെ ആ ആളുടെ കാര്യങ്ങൾ മുഴുവൻ പറയുക ഉം. എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രം. മുഖലക്ഷണം അല്ലാന്ന് മാത്രം. അതെ. പക്ഷേ മുഖത്തിൻ്റെ ലക്ഷണങ്ങളും ഇതിനകത്ത് വരും. അത് പ്രയോഗിക്കുന്ന ശാസ്ത്രജ്ഞൻ്റെ കഴിവനുസരിച്ചാണ്. കഴിവനുസരിച്ചിരിക്കും. ഈ ഗ്രഹനില കൊണ്ട് ഭാവി ചിന്തിക്കുന്ന പോലെ തന്നെ ഇതിലും ഭാവി ചിന്തിക്കാം. അത് ജ്യോതിഷൻ എന്ന് പറയുന്ന ദൈവജ്ഞൻ എന്നാ പറയുക. താമ്പൂല ഗ്രഹം ശുക്രനാണെങ്കിൽ വിവാഹകാര്യത്തിന് ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് അർത്ഥം. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ നല്ല വെറ്റില നോക്കി പ്രത്യേകം സെലക്ട് ചെയ്ത് ഒക്കെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നാലും നമ്മുടെ കയ്യിൽ തരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണും. ലക്ഷ്മി ദേവി ഇരിക്കുന്ന അഗ്രഭാഗത്തിലാണ്. ആ അഗ്രഭാഗം മുറിഞ്ഞു എന്ന് പറയുമ്പോൾ ലക്ഷ്മി ചൈതന്യം നഷ്ടപ്പെട്ടു, ഐശ്വര്യപൂർണ്ണം ആയിരിക്കില്ല. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷിയും ഭഗവത്ഗീത ആചാര്യനുമായ ശ്രീ ജയശങ്കർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ നമസ്കാരം. വെറ്റില ജ്യോതിഷം അല്ലെങ്കിൽ താമ്പൂല പ്രശ്നം, ഇത് എത്രത്തോളം ശരിയാണ്? അല്ലെങ്കിൽ ഒരാളുടെ ഭാവി, ഭൂതം, വർത്തമാനം ഇതൊക്കെ അറിയാൻ ഇത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ജ്യോതിഷത്തിൻ്റെ ഒരു പഠന വിഭാഗം തന്നെയാണ് താമ്പൂല ജ്യോതിഷം. താമ്പൂലം പൃഷ്ഠുതത്തെ ഫലമഖിലം തസ്യ വക്തവ്യമേവം. പൃഷ്ടാവ്, അതായത് ചോദിക്കാൻ വരുന്ന ആള് തരുന്ന വെറ്റില കൊണ്ട് തന്നെ ആ ആളുടെ കാര്യങ്ങൾ മുഴുവൻ പറയുക എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രം. ആ തരുന്ന താമ്പൂലത്തിന് അതിൻ്റെ പല ഘടകങ്ങളും നോക്കിയിട്ട് അതിൻ്റെ എണ്ണം, വണ്ണം എല്ലാം നോക്കി, അതിൻ്റെ സ്വഭാവങ്ങൾ നോക്കി, അതിനകത്തുള്ള നിറ വ്യത്യാസങ്ങൾ നോക്കി, അതിനകത്തുള്ള ഗ്ലാനികളും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഫലം പറയുന്ന ഒരു വിഭാഗമാണത്. അതെ, അതായത് ഇത് നോക്കാൻ വരുന്ന, വെറ്റില ജ്യോതിഷം നോക്കാൻ വരുന്ന ആള് തന്നെ വെറ്റില കൊണ്ടുവരണം. അതെ, താമ്പൂലം പൃഷ്ഠുതത്തെ, പൃഷ്ടാവ് തരുന്ന താമ്പൂലം കൊണ്ട് ഫലം പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ലക്ഷണശാസ്ത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ലക്ഷണം തന്നെയാണ്. തരുന്ന താമ്പൂലത്തിന്റെ ലക്ഷണം നോക്കിയിട്ടാ പറയാ. സ്വാഭാവികമായിട്ടും അതിന്റെ ലക്ഷണശാസ്ത്രം അനുസരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോവുക. മുഖലക്ഷണം അല്ലാന്ന് മാത്രം. പക്ഷെ മുഖത്തിന്റെ ലക്ഷണങ്ങളും ഇതിനകത്ത് വരും. അങ്ങനെ എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയാമോ? ഇപ്പൊ താമ്പൂലം തരുന്ന സമയത്ത് വെറ്റിലയും അടയ്ക്കയും കൂടി ചേർത്താ തരിക. വെറ്റില മാത്രമായിട്ടോ അല്ലെങ്കിൽ അടയ്ക്ക മാത്രമായിട്ടോ അല്ലെങ്കിൽ പുകല മാത്രമായിട്ടോ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ കൊടുക്കുന്നൊരു സമ്പ്രദായം ചില സമുദായങ്ങളിൽ നമ്മുടെ ഇടയിലുണ്ട്. വെറ്റില മാത്രം കൊടുക്കുക, പുകല മാത്രം കൊടുക്കുക, ചില ചടങ്ങുകളുണ്ട്. അത് മരണാനന്തര ചടങ്ങുകൾക്കാണ്. ഈ കണ്ണൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയും. അതിന് മരിച്ച വീട്ടിൽ പോകുന്ന സമയത്ത് വെറ്റിലയും കൊണ്ട് പോവുക, അല്ലെങ്കിൽ അടയ്ക്കയും കൊണ്ട് പോവുക, അല്ലെങ്കിൽ പുകലയും കൊണ്ട് പോവുക. അങ്ങനെ അതുകൊണ്ട് വെറ്റില മാത്രമായിട്ടോ അടയ്ക്ക മാത്രമായിട്ടോ ജ്യോതിഷം നോക്കാൻ വേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദക്ഷിണ വിഭാഗത്തിനോ കൊടുക്കാറില്ല. വെറ്റിലയും അടയ്ക്കയും കൂടി ചേർത്തേ കൊടുക്കാറുള്ളൂ. എന്നാലേ അതിൻ്റെ ഫലപ്രയോജനം പൂർണ്ണമാവുള്ളൂ. താമ്പൂലം ഫലസംയുക്തം, ഫലത്തോടു കൂടിയാലേ അതിന് പ്രയോജനത്തിനും ഫലമുള്ളൂ. അതായത് ഒരു ഫ്രൂട്ട് വേണം. ഒരു ഫ്രൂട്ട് വേണം. അത് വെറ്റിലയോടുകൂടി ചേരുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് അടയ്ക്കയാണ്. അതില്ലെങ്കിൽ, അടയ്ക്ക കിട്ടാത്ത സ്ഥലമാണെങ്കിൽ നല്ല കദളിപ്പഴോ പൂവമ്പഴോ എന്തെങ്കിലും വെച്ച് അതിലും കൊടുക്കാം മാത്രം. ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ വെറ്റിലയിൽ ദേവതകൾ, വെറ്റിലയിൽ തെളിയുന്ന ദേവതകൾ ഉണ്ടെന്ന് പറയാറുണ്ട്. ഏതൊക്കെ ദേവതകളാണ്? സർവ്വദേവതാ സ്വരൂപിണിയാണ് വെറ്റില. എല്ലാ ദേവതകളും അതിനകത്ത് ചിന്തിക്കാം. താമ്പൂലാഗ്രേ നിവസതി രമ, അഗ്രഭാഗത്തിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നു. മധ്യതോ വാഗദീശ, മധ്യഭാഗത്ത് സരസ്വതി ദേവി അല്ലെങ്കിൽ വിദ്യ ഇരിക്കുന്നു. പൃഷ്ഠേ ജ്യേഷ്ഠ, ജ്യേഷ്ഠാഭഗവതിയാണ് അതിൻ്റെ കീഴ്ഭാഗത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ ദേവതകളും അതിനകത്ത് തന്നെ ഉണ്ട്. വാമേ ഹിമഗിരി സുധ, അടുത്ത ഭാഗം കൊണ്ട് പാർവതീദേവിയുടെ കാര്യം പറയാം. സവ്യേജു വാസഭൂമി, വലത്ത് ഭാഗം കൊണ്ട് വാസഭൂമിയുടെ ദോഷങ്ങൾ പറയാം. അതേപോലെ തന്നെ ഓരോ മൂല കൊണ്ട് ഓരോ ദേവതകളെ ചിന്തിക്കാം. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വരും. ശങ്കരാചൗച കോണേ, ഒരു മൂല കൊണ്ട് ശങ്കരനെ പറയും, ഒരു മൂല കൊണ്ട് ബ്രഹ്മാവിനെ പറയും. ബ്രഹ്മാവിനെ പറയുന്ന ഭാഗം കൊണ്ട് കണക്കാക്കിയിട്ട് തലക്കുറിയെ ചിന്തിക്കാം.
അവിടെ കേടുണ്ടെങ്കിൽ തലക്കുറിയിലുള്ള ചിന്തകളും കൂടി പ്രധാനമാണെന്ന് പറയണം. ഉവ്വ്. അതൊക്കെ ചിന്തിക്കണം. ഇത് രാശി കബഡി ജ്യോതിഷമാണോ അതോ വെറ്റില ജ്യോതിഷമായിരിക്കുമോ കുറച്ച് കൂടുതൽ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് എങ്ങനെയാ എന്ത് പറയാൻ പറ്റും? അത് പ്രയോഗിക്കുന്ന ശാസ്ത്രജ്ഞൻ്റെ കഴിവനുസരിച്ചാണ്. കഴിവനുസരിച്ചിരിക്കും. എനിക്കിഷ്ടം താമ്പൂല ജ്യോതിഷമാണ് കൂടുതലിഷ്ടം. അതെ. ഇതില് താമ്പൂല ജ്യോതിഷത്തില് നമുക്ക് ഭാവി എങ്ങനെ പ്രവചിക്കാൻ പറ്റും? ഈ ഗ്രഹനില കൊണ്ട് ഭാവി ചിന്തിക്കുന്ന പോലെ തന്നെ ഇതിലും ഭാവി ചിന്തിക്കാം. ഉദാഹരണം, നമുക്ക് താമ്പൂല ഗ്രഹമായിട്ട് ചന്ദ്രൻ വന്നാൽ ചന്ദ്രേതി യുക്തി താമ്പൂല രാശവും ശുഭവർത്തന അനുഭവം ച നല്ല കാര്യങ്ങൾ വർദ്ധിച്ചു വരും എന്ന് പറയണം. ഭാവിയെ സൂചിപ്പിക്കുന്നതാ. ദേവ്യാ പ്രസാദമുത്തമം, ദേവിയുടെ പ്രസാദം ഉണ്ടാവും എന്ന് പറയണം. നവീനം സമ്പാദീതം കാര്യം തത്ഫലപ്രാപ്തിം ച, പുതുതായിട്ട് തുടങ്ങുന്ന കാര്യം വിജയിക്കും എന്ന് പറയണം. അതൊക്കെ ഭാവിയെ സൂചിപ്പിക്കുന്നതാ. ഭാവിയെക്കുറിച്ചും ഇങ്ങനെ പറയാമെന്നർത്ഥം. അതെ. അപ്പോൾ ഈ ഭാവി ഒരാൾക്ക് വരാൻ പോകുന്ന അസുഖങ്ങൾ ഇതൊക്കെയാണല്ലോ കബഡി ജ്യോതിഷത്തിലും കൂടുതലും വരുന്നത്. അപ്പൊ അതും ഇങ്ങനെയുള്ള ഈ ശരീരത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുക. ശരീരത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയെങ്കിൽ അതിനനുസരിച്ചാണ് രോഗലക്ഷണങ്ങളും വരിക. അപ്പോൾ വരാൻ പോകുന്ന രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ശരീരത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു താമ്പൂല പ്രശ്നം അല്ലെങ്കിൽ താമ്പൂല ജ്യോതിഷം ചെയ്യുന്ന ആള് കുറച്ച് ലക്ഷണശാസ്ത്രവും കൂടെ അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും. അത് ജ്യോതിഷൻ എന്ന് പറയുന്ന ദൈവജ്ഞൻ എന്നാ പറയുക. അതെ. ദൈവജ്ഞാനയതി, ദൈവം എന്തുദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കി പറയാന്നുള്ളതാണ്. അപ്പൊ ആ ചിന്ത ആ തലത്തിൽ തന്നെ പോകണം. ദൈവികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. അപ്പൊ ഈ ഗ്രഹങ്ങളുമായിട്ട് ഇപ്പോ ശനിയോ വ്യാഴമോ ചൊവ്വയോ ഒക്കെ ആയിട്ട് എങ്ങനെയാണ് താമ്പൂല ജ്യോതിഷം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ തരുന്ന താമ്പൂലം എത്രയുണ്ടെന്ന് എണ്ണി നോക്കും. എണ്ണി നോക്കിയിട്ട് അതിനെ ചില പ്രക്രിയകളുണ്ട്. താമ്പൂല സംഖ്യാം ദ്വിഗുണാം ശരജ്ഞാം ശൈകാം ഹരേ സപ്തവിരത്ര ശിഷ്ടൈ സൂര്യാദിഗാനാം ഉദയോത്ര കൽപ്പിയോ ഗ്രഹോദയോ തത്വസ് ലഗ്നരാശി എന്നാണ്. താമ്പൂല സംഖ്യയുടെ എണ്ണം കണക്കാക്കി 2 കൊണ്ട് ഗുണിച്ചിട്ട് 5 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക, 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എത്രയുണ്ടെന്ന് നോക്കുക. ആ ശിഷ്ടം നോക്കിയിട്ട് 1 സൂര്യൻ, 2 ചന്ദ്രൻ, അങ്ങനെ കണക്കാക്കുക. അങ്ങനെ ഗ്രഹങ്ങളെ നിശ്ചയിക്കും. അപ്പോൾ ഇത് കബഡി ജ്യോതിഷം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും താമ്പൂല ജ്യോതിഷവും. ഇതിനകത്ത് നമുക്കിപ്പോ വിവാഹ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ ശുക്രന്റെ ചിന്തിക്കും. താമ്പൂല ഗ്രഹം ശുക്രനാണെങ്കിൽ വിവാഹ കാര്യത്തിന് ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് അർത്ഥം. അതേപോലെ തന്നെ നമുക്ക് താമ്പൂലം കിട്ടുന്ന രാശിയിൽ ശുക്രൻ ഉണ്ടെങ്കിൽ, ആ ശുക്രന്റെ ബലം ഉണ്ടെങ്കിൽ, ചന്ദ്രൻ നിൽക്കുന്ന ഉദാഹരണമായിട്ട് ചന്ദ്രനെ പറഞ്ഞല്ലോ, ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ശുക്രൻ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശുക്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു, ഏത് ഭാവത്തിൽ നിൽക്കുന്നു, അതൊക്കെ അനുസരിച്ച് വിവാഹ കാര്യങ്ങളും ഒക്കെ ചിന്തിക്കാം. ഇപ്പോൾ വരുന്ന ആള് കൊണ്ടുവരുന്ന വെറ്റില എന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ വെറ്റിലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അതായത് വളരെ സൂക്ഷിച്ചേ വെറ്റില കൊണ്ടുവരുള്ളൂ എങ്കിലും അതിനകത്ത് ലക്ഷണശാസ്ത്രം അനുസരിച്ച് എന്തെങ്കിലും അറ്റം മുറിയുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും, അത് അങ്ങയുടെ ഒരു അനുഭവം പറയാമോ? ചില ആളുകൾ ഈ പറഞ്ഞ പോലെ നല്ല വെറ്റില നോക്കി പ്രത്യേകം സെലക്ട് ചെയ്ത് ഒക്കെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നാലും നമ്മുടെ കയ്യിൽ തരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണും. ശരി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, അങ്ങനെ ഒരാൾ നോക്കിക്കൊണ്ടുവന്ന വെറ്റില ആണ്. നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് ഒരു ഉറുമ്പ് ഇരിക്കുന്നു. ആ ഉറുമ്പ് ഏത് വെറ്റിലയിലായിരിക്കുന്നത്, എത്രാമത്തെ വെറ്റിലയാണ് നോക്കിയിട്ട് അതിൻ്റെ വെച്ചുകൊണ്ട് ഫലം പറയും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ വെറ്റിലയുടെ വാലിൻ്റെ അറ്റം കുറച്ച് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ചൈതന്യം നഷ്ടപ്പെട്ടു എന്ന് പറയണം അതിനകത്ത്. അത് ശരി. താമ്പൂലാഗ്രേ നിവസതി രമ, ലക്ഷ്മി ദേവി ഇരിക്കുന്ന അഗ്രഭാഗത്തിലാണ്. ആ അഗ്രഭാഗം മുറിഞ്ഞു എന്ന് പറയുമ്പോൾ ലക്ഷ്മി ചൈതന്യം നഷ്ടപ്പെട്ടു, ഐശ്വര്യപൂർണ്ണം ആയിരിക്കില്ല. അപ്പോൾ അവരെന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ ആ വെറ്റില കൊണ്ട് അതങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും, പറയണം. ലക്ഷ്മി ദേവി മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ കിട്ടാൻ പ്രയാസമാണ്. മുറിഞ്ഞിട്ടില്ല, മുറിഞ്ഞ് അറ്റം വിട്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അത് ശരി. ഇപ്പോൾ രോഗങ്ങളെ പറ്റി പ്രഡിക്ഷൻ, ഒരു മുൻകൂട്ടി ഒരു സൂചന കൊടുക്കാൻ ശരീരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, ശരീരം കഫപ്രകൃതമാണോ പിത്തപ്രകൃതമാണോ എന്നൊക്കെ നോക്കിയിട്ട് രോഗങ്ങളെ നിശ്ചയിക്കാം. അതേപോലെ രാഹുകേതുക്കളുടെ
പ്രവർത്തനം കൊണ്ട് ഉം. നാഡികളുടെയും അതേപോലെ ഞരമ്പുകളുടെയും കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. നമ്മുടെ ശരീരത്തിലെ നാഡികളും ഞരമ്പുകളും ഒക്കെ ശരിക്കും പാമ്പുകൾ തന്നെയാണ്. പാമ്പുകളുടെ രൂപമാണ് അതിനുള്ളത്. ഉം. അതൊക്കെ വെച്ച് ചിന്തിക്കും. ഉം. അത് വെറ്റില ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക? ചില വെറ്റിലയിലെ കാണുന്ന നാഡികൾ, വെറ്റിലയുടെ നാഡികൾ അത് നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ നാഡികളുമായിട്ട് ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി പറയാം.